Genesis 2:7. God breathed his life into Adam and he is made a living human being. ദൈവം തന്റെ ശ്വാസം ആദത്തിലേക്ക് ഊതി, അങ്ങനെ അവനൊരു ജീവനുള്ള ദേഹിയായി മാറി. മനുഷ്യന് 3 ഘടകമാണുള്ളത്: ആത്മാവ്, ദേഹം, ദേഹി. ദൈവത്തിന്റെ സൃഷ്ടി പൂഴിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിലും ജീവനില്ലായിരുന്നു. പക്ഷെ തന്റെ ശ്വാസം, തന്റെ റൂഹ, തന്റെ പരിശുദ്ധാത്മാവിനെ അകത്തേക്ക് ഊതിക്കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ശ്വാസം അകത്തു വന്ന് ആത്മാവുള്ളവനായി മാറുകയും, ആത്മാവ് വന്നപ്പോൾ ദേഹിക്ക് ജീവൻ വെക്കുകയും ചെയ്തു. അവൻ ആരെ എന്ന് മനസ്സിലാക്കി. അന്ന് മുതൽ സകലത്തിനെയും അടക്കി ഭരിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് പറയുന്നത് നമ്മുടെ അധികാരത്തിന് കീഴിലാണ് ഭൂമിയിലുള്ള സകലതും. അവൻ നമ്മളെ അത്യന്തം സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അവന്റെ സ്വരൂപത്തിലായതുകൊണ്ട് അവന്റെ ജോലിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ചെയ്യുന്നത്. ദൈവം നമ്മളെല്ലാവരെയും ദിനം പ്രതി അനുഗ്രഹിക്കട്ടെ. ആമേൻ.